എത്രയോ ആളുകൾ ഇന്ന് സിഹർ കൊണ്ട് ബുദ്ധിമുട്ടുകയാണ്. മാരണം ചെയ്യിക്കുക. പൂജാരികളെ കൊണ്ടും അല്ലാത്തവരെ കൊണ്ടും പിശാച്ചിന്റെ സഹായം കൊണ്ട് ഒരു മനുഷ്യനെ ഉപദ്രവിക്കുക. ചിലപ്പോ 500 രൂപ കൊടുത്താൽ കിട്ടുമായിരിക്കും. പക്ഷേ ഈ ചെയ്ത ദുൽമ് എടുത്തു മാറ്റാൻ നല്ല മനുഷ്യന്മാരെ കിട്ടണം. അത് എടുത്തു മാറ്റാൻ ഒരുപാട് കാലം ത്യാഗം ചെയ്യണം. ആ ഒരു ദുൽമ് ചെയ്യാൻ എത്ര എളുപ്പമാണ്. മനുഷ്യനെ മൂലക്കലാക്കാൻ, ഒരു മനുഷ്യൻ തകരണം എന്ന് പറഞ്ഞ്, ഒരു മനുഷ്യനെ സാമ്പത്തികമായി തകർക്കണം എന്നുദ്ദേശിച്ച് അസൂയ കൊണ്ട് നടക്കുന്ന വീടുകൾ, ഇതൊക്കെ കുഫറിന്റെ ഒരു അംശമല്ലേ? കുഫറിന്റെ ഒരു അംശമല്ലേ നമ്മൾ ഈ കൊണ്ട് നടക്കുന്നത്? പൂജാരികളുടെ മുമ്പിലേക്കൊക്കെ നമ്മുടെ സഹോദരിമാർ പർദ്ദയും മഫ്തൊക്കെ ഇട്ടിട്ട് പോവുകയാണ്. എന്തിനെന്നറിയോ? എന്തിന്? സിഹർ ചെയ്യിക്കാൻ, മാരണം ചെയ്യിക്കാൻ, ദുൽമ ചെയ്യിക്കാൻ. എന്നിട്ട് മുറ്റത്ത് കുഴിച്ചെടുത്താൽ കിട്ടുന്നു, ഇവിടെ നിന്ന് കിട്ടുന്നു. കട്ടിലിന്റെ അടി കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്, വീടിന്റെ തറയിൽ കൊണ്ടുപോയി തിരികെ വെച്ചിട്ടുണ്ട്. പൈശാചികമായ പ്രവർത്തികൾ, സിഹർ, പച്ചയായ ദുൽമ്, അക്ബറുൽ കബായിർ, വൻ പാപങ്ങളിൽ വൻ പാപമാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസൂയ കൊണ്ട് ചെയ്യാണത്, അല്ലാഹുവിന്റെ ഖലാ. അത് ചെയ്യുന്ന ഒരു മനുഷ്യനും ജീവിതത്തിൽ സമാധാനത്തിൽ ഉറങ്ങാൻ കഴിയില്ല. നിങ്ങൾ വിചാരിക്കും അടുത്ത ഒരാളിന്റെ ഉറക്കം കെടുത്തണമെന്ന്. നിങ്ങളുടെ ഉറക്കം അല്ലാഹു കെടുത്തിക്കൊണ്ടിരിക്കും. ആ മഹാപാപം അല്ലാഹുവിനോട് ഏറ്റുപറഞ്ഞ്, അത് ആർക്ക് ചെയ്തോ അവരോട് മാപ്പ് പറഞ്ഞ് തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങാതെ അല്ലാഹു അത് പൊറുക്കുമോ? പിശാചിന്റെ ഈ പണിയാണോ നമ്മൾ ചെയ്യുന്നത്? അവൻ അസൂയ വെച്ചവനാണ്. ആ അസൂയ നമ്മൾ കൊണ്ട് നടക്കേ. മനുഷ്യൻ അല്ലാഹു നൽകുന്നത് അല്ലാഹുവിന്റെ നിഅമത്തല്ലേ? അല്ലാഹു ഓഹരി വെച്ചത് നിങ്ങൾ ആരാണത് എടുത്തു കളയാൻ? അല്ലാഹു ഓഹരി വെച്ചതിന് എടുത്തു കളയാൻ. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതി ലിമാ മനഅത വലാ റാദ്ദ ലിമാ ഖളൈത. പടച്ചവനെ, നീ തന്നത് തിരിച്ചെടുക്കാൻ ആരെക്കൊണ്ടും കഴിയില്ല റബ്ബേ. നീ തിരിച്ചെടുത്ത് തിരിച്ചു തരാനും ആരെക്കൊണ്ടും കഴിയില്ല. നീ വിധിച്ചത് തടയാനും ആരെക്കൊണ്ടും കഴിയില്ല. നീ തടഞ്ഞു വെച്ചത് എടുത്തു തരാനും ആരെക്കൊണ്ടും കഴിയില്ല റബ്ബേ. വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. എത്ര സമ്പത്തുള്ള ആൾക്കും ആ സമ്പത്ത് നിന്റെ അരികത്ത് ഉപകാരപ്പെടില്ലല്ലോ റബ്ബേ, അത് നന്മയിൽ ചെലവഴിച്ചവർക്കൊഴികെ എന്നാണ് നമ്മൾ അല്ലാഹുവിനെ സംബന്ധിച്ച് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യൻ സിഹർ ചെയ്യരുത്, മനുഷ്യൻ സിഹർ ചെയ്യരുത്. ഇന്നതിന്റെ പ്രയാസങ്ങൾ ഒരുപാട് ആളുകൾ വേദനിച്ച് വിഷമിച്ച് തകർന്നടിഞ്ഞ് കാരണങ്ങൾ കാണാതെ ഒരു അഭൗതികമായ ഇടപെടൽ, എന്തോ ഒരു പൈശാചികമായ ഇടപെടൽ ഉണ്ട് എന്ന് ബോധ്യപ്പെടുന്ന രീതിയിൽ ജീവിതം തകർന്ന് വിഷമിക്കുകയാണ്. ആര്? സ്വന്തക്കാർ, സ്വന്തം അയൽവാസി, സ്വന്തം ബന്ധു, സ്വന്തം കൂട്ടുകാർ, സ്വന്തം സ്ഥാപനത്തിന്റെ പാർട്ട്ണർമാർ. എന്തിന്? അസൂയ കൊണ്ട്. കുഫറിന്റെ അംശമാണ് നമ്മൾ ആ ചെയ്യുന്നത്. ഹസദ്, അസൂയയും, വൽ കിബിർ, അഹങ്കാരവും, വൽ കദിബ്, നുണ പറയുന്നതും കുഫറിന്റെ ഘടകങ്ങളാണ്. നമ്മൾ മുസ്ലിമീങ്ങളാണ്, നമ്മൾ ഇസ്ലാമിന്റെ ആളുകളാണ്. നമ്മൾ ഈ മോശ സ്വഭാവങ്ങൾ കൊണ്ട് നടക്കരുത്. അതുകൊണ്ട് അല്ലാഹു നമുക്ക് കാവൽ നൽകട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.